ചാമ്പ്യൻസ് ട്രോഫിയിൽ കിടിലൻ ഫോമിലാണ് ടീം ഇന്ത്യ. ടൂർണമെന്റിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും ജയം നേടിയാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഫൈനലിലെത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ന്യൂസിലൻഡ് ടീമുകളെ കീഴടക്കിയ ഇന്ത്യ സെമി ഫൈനലിൽ കരുത്തരായ ഓസ്ട്രേലിയയെയാണ് വീഴ്ത്തിയത്. ആധികാരിക വിജയങ്ങളായിരുന്നു ഈ കളികളിലെല്ലാം ടീം ഇന്ത്യയുടേത്. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന കലാശ പോരാട്ടത്തിൽ ന്യൂസിലൻഡാണ് ടീം ഇന്ത്യയുടെ എതിരാളികൾ. സെമി ഫൈനലിൽ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ തകർത്താണ് കിവീസ് ഫൈനലിന് ടിക്കറ്റ് എടുത്തത്. ടൂർണമെന്റിലെ രണ്ട് കിടിലൻ ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ തീപ്പൊരി പാറുമെന്ന് ഉറപ്പാണ്. കലാശ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ടീം ഇന്ത്യ കളിക്ക് മുൻപേ ചില കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. ഇതുവരെയുള്ള മത്സരങ്ങളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ കലാശ പോരാട്ടത്തിന് മുൻപ് ഇന്ത്യയെ ഹാപ്പിയാക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ നോക്കാം. പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ കളികളെല്ലാം ദുബായിലാണ് നടന്നത്. ഫൈനലും അവിടെ തന്നെ നടക്കും. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനിലേക്ക് പോകാൻ വിസമ്മതിച്ചതിനാലാണ് ഇന്ത്യയുടെ കളികൾ ദുബായിലേക്ക് മാറ്റിയത്. സെമി ഫൈനൽ വരെ ആകെ 4 മത്സരങ്ങളാണ് ഇന്ത്യ ദുബായിൽ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ മറ്റേത് ടീമിനേക്കാളും നന്നായി ഇന്ത്യക്കറിയാം. ഇത് ഫൈനൽ മത്സരത്തിനായുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ടീമിനെ സഹായിക്കും. തുടർച്ചയായി 4 മത്സരങ്ങൾ കളിച്ചു നിൽക്കുന്നതിനാൽ ദുബായിലെ വിക്കറ്റുകൾ എങ്ങനെ പെരുമാറുമെന്ന കാര്യത്തിലും അവിടെ എങ്ങനെ കളിക്കണമെന്ന കാര്യത്തിലും ഇന്ത്യൻ താരങ്ങൾക്ക് കൃത്യമായ ധാരണ ലഭിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സാധിച്ച ടീമാണ് എന്നത് ഫൈനലിന് മുമ്പ് ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്ന ഘടകമാണ്. സ്പിന്നിനെ നന്നായി പിന്തുണയ്ക്കുന്ന പിച്ചാണ് ദുബായിലേത്. നിലവിൽ 4 ക്വാളിറ്റി സ്പിന്നർമാരാണ് ടീം ഇന്ത്യക്കുള്ളത്. ഇതുതന്നെയാണ് ഫൈനലിന് മുമ്പ് ഏറ്റവും അധികം ആത്മവിശ്വാസം സമ്മാനിക്കുന്ന ഘടകവും. ഒരു സ്പെഷ്യലിസ്റ്റ് പേസറും 4 സ്പിന്നർമാരും എന്ന ടീം സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യ പിന്തുടർന്നത്. ഇത് വലിയ വിജയവുമായി. ഫൈനലിലും 4 സ്പിന്നർമാരുമായിട്ടായിരിക്കും ഇന്ത്യ കളിക്കുക. സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന ദുബായിൽ ഇന്ത്യയുടെ നിലവാരമുള്ള സ്പിൻ നിരക്കിനെതിരെ പിടിച്ചു നിൽക്കാൻ കിവീസ് വിയർക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 7 വിക്കറ്റുകൾ നേടിയ വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യൻ സ്പിൻ നിരയിൽ ഏറ്റവും മികച്ച ഫോമിലുള്ളത്. അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് എന്നിവർ 5 വിക്കറ്റുകൾ വീതവും ജഡേജ 4 വിക്കറ്റും നേടിയിരുന്നു. മധ്യനിര ബാറ്റർമാരുടെ മികച്ച ഫോമും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് മുമ്പ് ഇന്ത്യയെ ഹാപ്പിയാക്കുന്ന കാര്യമാണ്. വിരാട് കോഹ്ലി കഴിഞ്ഞ 2 കളികളിൽ നിർണായക ഇന്നിംഗ്സുമായി ഇന്ത്യയുടെ ഹീറോയായി നിൽക്കുകയാണ്. ശ്രേയസ് അയ്യരാകട്ടെ മധ്യനിരയിലെ വിശ്വസ്ത ബാറ്ററായി മാറിക്കഴിഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ കളിച്ച 4 മത്സരങ്ങളിൽ നിന്ന് 195 റൺസാണ് ശ്രേയസ് അയ്യർ നേടിയത്. 5-ാം നമ്പറിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച അക്സർ പട്ടേലും മധ്യനിരയിൽ സ്ഥിരതയോടെ കളിക്കുന്നുണ്ട്. ഓപ്പണർമാർക്ക് വീഴ്ച പറ്റിയാലും താങ്ങി നിർത്താൻ ഈ മികച്ച മധ്യനിരയുള്ളത് ഫൈനലിന് മുമ്പ് ഇന്ത്യൻ ടീമിന് കരുത്താണ്. എല്ലാം കൊണ്ടും ഫൈനൽ മത്സരം ഇന്ത്യക്ക് അനുകൂലമാകും എന്ന വിശ്വാസത്തിലാണ് ആരാധകർ.